എല്ലാവർക്കും നമസ്കാരം. HSI മലയാളം, HSST മലയാളം, പിന്നെ PSCക്കൊക്കെ ചോദിക്കാവുന്ന കുറച്ച് സാഹിത്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. തോപ്പിൽ ഭാസിയുടെ ചില പ്രധാനപ്പെട്ട നാടകങ്ങൾ: സർവേക്കല്ല്, വിശക്കുന്ന കരിങ്കാലി, മുടിയനായ പുത്രൻ, മൂലധനം, അശ്വമേധം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഹെൻറി ജെയിംസിൻ്റെ ഗോൾഡൻ ബൗളിനോട് സാജാത്യമുണ്ടെന്ന് നിരൂപകർ ആരോപിച്ച തകഴിയുടെ നോവൽ രണ്ടിടങ്ങഴിയാണ്. അന്ധനും അകലങ്ങൾ കാണുന്നവനും OV വിജയൻ്റെ കൃതിയാണ്. ശൈലീവിജ്ഞാനീയത്തിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നവ്യകവിതയുടെ ഭാഷാതലങ്ങൾ അന്വേഷിച്ച കവിയുടെ കലാതന്ത്രം ദേശമംഗലം രാമകൃഷ്ണൻ എഴുതിയതാണ്. വിശ്വനാഥൻ്റെ കാവ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? സാഹിത്യദർപ്പണമാണ് വിശ്വനാഥൻ്റെ കാവ്യശാസ്ത്ര ഗ്രന്ഥം. അയ്യപ്പ പണിക്കരുടെ ഗോപികാദണ്ഡകം എന്ന കവിതയുടെ രചനയ്ക്ക് പ്രചോദകമായി വർത്തിച്ച കവിത ഏതാണ്? സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയാണ് ഗോപികാദണ്ഡകം എന്ന കവിതയുടെ രചനയ്ക്ക് പ്രചോദകമായി വർത്തിച്ചത്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തിൻ്റെ പേര് എന്താണ്? ഒരു സംഭാഷണം എന്നാണ് ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തിൻ്റെ പേര്. ആനന്ദ് എഴുതിയ ജൈവമനുഷ്യൻ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? വൈജ്ഞാനിക സാഹിത്യമാണ് അത്. മണിപ്രവാള സാഹിത്യത്തിലെ കൂട്ടവെടിയാണ് ചന്ദ്രോത്സവം എന്നു പറഞ്ഞത് ആരാണ്? ഡോക്ടർ M. ലീലാവതിയാണ് മണിപ്രവാള സാഹിത്യത്തിലെ കൂട്ടവെടിയാണ് ചന്ദ്രോത്സവം എന്ന് പറഞ്ഞത്. പ്രളയം വന്നു കേരളം നശിച്ചാലും P. കുഞ്ഞിരാമൻ നായരുടെ കവിതയിലെ ഒരു വരി ശേഷിക്കുകയാണെങ്കിൽ അതിലൂടെ കേരളം പുനർജനിക്കും എന്ന് പറഞ്ഞത് NV കൃഷ്ണവാര്യരാണ്. മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു? ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഇത് R. നരേന്ദ്രപ്രസാദ് എഴുതിയ നാടകമാണ്. രാമചരിതത്തിന് ആ പേരു നൽകിയത് ഗുണ്ടർട്ടാണ്. B. മുരളിയുടെ ആദ്യ നോവലാണ് ആളകമ്പടി. ഭാഷയുടെ താജ്മഹലാണ് കണ്ണുനീർത്തുള്ളി എന്ന് പറഞ്ഞത് ആരാണ്? M.R. നായർ. മാണിക്കോത്ത് രാമുണ്ണി നായർ ആണ് ഭാഷയുടെ താജ്മഹലാണ് കണ്ണുനീർത്തുള്ളി എന്ന് പറഞ്ഞത്. സഞ്ജയൻ എന്ന തൂലികാനാമത്തിലാണ് M.R. നായർ അറിയപ്പെടുന്നത്. ജയചന്ദ്ര പണിക്കർ ആരുടെ ശരിയായ നാമധേയമാണ്? നിത്യചൈതന്യയതിയുടെ ശരിയായ നാമധേയമാണ് ജയചന്ദ്ര പണിക്കർ. ആനന്ദ് എഴുതിയ മുക്തിപഥം, ശവഘോഷയാത്ര തുടങ്ങിയവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? നാടകമാണ് ആനന്ദിൻ്റെ മുക്തിപഥം, ശവഘോഷയാത്ര തുടങ്ങിയവ. ലീലാതിലകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KN എഴുത്തച്ഛനാണ് ലീലാതിലകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പേരിൽ ചെറുകഥ എഴുതിയത് ആരൊക്കെയാണ്? T. പത്മനാഭനും സക്കറിയയുമാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പേരിൽ ചെറുകഥ എഴുതിയത്. പ്രകാശം പരത്തുന്ന ആൺകുട്ടി ആരുടെ കൃതിയാണ്? KP രാമനുണ്ണി എഴുതിയതാണ് പ്രകാശം പരത്തുന്ന ആൺകുട്ടി. അപ്പോൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പേരിൽ ചെറുകഥ എഴുതിയത് T. പത്മനാഭനും സക്കറിയയുമാണെങ്കിൽ പ്രകാശം പരത്തുന്ന ആൺകുട്ടി എഴുതിയത് KP രാമനുണ്ണിയാണ്. സാക്ഷി കാക്കനാടൻ്റെ നോവലാണ്. സാക്ഷി എന്ന കഥാസമാഹാരം എഴുതിയത് T. പത്മനാഭനാണ്. രൂപമഞ്ജരിയുടെ കർത്താവ് ആരാണ്? കേസരി A. ബാലകൃഷ്ണപിള്ളയാണ് രൂപമഞ്ജരി എഴുതിയത്. കുറുപ്പില്ലാക്കളരി ഒരു ആഭാസ ഗ്രന്ഥമാണെന്നു പറഞ്ഞത് ആരാണ്? കുറുപ്പില്ലാക്കളരി ഒരു ആഭാസ ഗ്രന്ഥമാണെന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്.
ഇന്ദിരാഗാന്ധി വധം പ്രമേയമാക്കി എൻ.എസ്. മാധവൻ രചിച്ച കഥയാണ് വൻമരങ്ങൾ വീഴുമ്പോൾ. ഒ. വി. വിജയന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച കഥാസമാഹാരമാണ് അരക്ഷിതാവസ്ഥ. എ. ആറിന്റെ സാഹിത്യത്തിന് അവതാരിക എഴുതിയത് അപ്പൻ തമ്പുരാനാണ്.